പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ ആമേൻ. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ ഇട്ടൂപ്പ് ആലുക്കൽ കോർ എപ്പിസ്കോപ്പ്. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. പറയാൻ ഉദ്ദേശിക്കുന്നത് ക്രിസ്തുമസിൻ്റെയും ദുഃഖവെള്ളിയാഴ്ചയുടെയും ആഴ്ചകൾക്ക് വരുന്ന വ്യത്യാസങ്ങളെ പറ്റിയാണ്. പലർക്കും ചില സംശയങ്ങളുണ്ട്. ക്രിസ്തുമസ് ഡിസംബർ 25, ചിലപ്പോൾ വെള്ളിയാഴ്ച വരും, ചിലപ്പോൾ ശനിയാഴ്ച വരും, ചിലപ്പോൾ ചൊവ്വാഴ്ച വരും. ആഴ്ചകൾ മാറി മാറി വരുന്നുണ്ട്. എന്നാൽ ദുഃഖവെള്ളിയാഴ്ച എന്തുകൊണ്ട് മാറ്റം വരുന്നില്ല? വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്, അറിഞ്ഞിരിക്കേണ്ടതാണ്. അതിന് മറുപടിയായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈസ്റ്ററിൻ്റെ തീയതി അനുസരിച്ചാണല്ലോ ദുഃഖവെള്ളിയാഴ്ചയും വരുന്നത്. എല്ലാ സഭകളും നീസാൻ മാസം 14 ശേഷം വരുന്ന ആദ്യത്തെ ഞായറാഴ്ച ഉയർപ്പ് പെരുന്നാളായി ആചരിക്കണമെന്ന് AD 325 നിക്യാ സിനോദസ് തീരുമാനിച്ചു. നീസാൻ മാസമാണ് ആബീബ് മാസം. അത് യഹൂദന്മാരുടെ കലണ്ടറിലെ ആദ്യത്തെ മാസമാണ്. ആ ദിവസം, ആ മാസം 14-ാം തീയതി, അതിനുശേഷം വരുന്ന ആദ്യത്തെ ഞായറാഴ്ച ഉയർപ്പ് പെരുന്നാളായി ആചരിക്കണമെന്ന് നിക്യാ സിനോദസ് തീരുമാനിച്ചിരിക്കുകയാണ്. വിശദവിവരങ്ങൾ പിന്നാലെ വരുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ മരണം 14-നായിരുന്നു. വേദവസ്തുവിൽ തെളിവുണ്ട്, ഞാൻ പറയാം. യഹൂദ കലണ്ടറിലെ ആദ്യ മാസമാണ് നീസാൻ മാസം. യഹൂദ പാരമ്പര്യപ്രകാരം പെസഹ കുഞ്ഞാടിനെ ബലികഴിച്ചത് നീസാൻ 14-നാണ്. പെസഹ കുഞ്ഞാടിനെ ബലി കഴിച്ചതിനോടനുസരിച്ചാണല്ലോ പെസഹ പെരുന്നാൾ വന്നത്. നീസാൻ മാസം 14-ാം തീയതി 9 മണി സമയത്താണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സമയം അനുസരിച്ച് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് സൂര്യൻ ഭൂമധ്യരേഖയിൽ വരുന്ന ദിവസമാണിത്. ക്രിസ്തുവർഷപ്രകാരം ഇത് മാർച്ച് 21. വസന്തകാലത്തിൽ സൂര്യൻ ഭൂമധ്യരേഖയിൽ വരുന്ന ദിവസമായ മാർച്ച് 21 കഴിഞ്ഞുള്ള പൗർണമിക്ക് ശേഷം വരുന്ന ആദ്യത്തെ ഞായറാഴ്ച ഈസ്റ്ററായി നിശ്ചയിക്കുകയാണ് നിക്യാ സിനോദസ് ചെയ്തത്. മാർച്ച് 21 ശേഷം വരുന്ന വെളുത്തവാവ് പൗർണമി, അതിനുശേഷം വരുന്ന ആദ്യത്തെ ഞായറാഴ്ച ഈസ്റ്ററായി സിനോദസ് തീരുമാനിച്ചു. അന്ന് എല്ലാ ക്രിസ്തു സഭകളും ഒന്നാണ്. ആദ്യത്തെ ഒരു പൊതു സിനോദോസാണ് നിക്യ. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ് അത് വിളിച്ചു കൂട്ടിയത്. 318 പിതാക്കന്മാർ അതിൽ സംബന്ധിച്ചിരുന്നു. ഇനി അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ നമുക്കറിയാം, 14-ാം തീയതി കർത്താവ് മരിച്ച കൊല്ലം വെള്ളിയാഴ്ച ആയിരുന്നു എന്നാണ് നാം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. 14-ാം തീയതി പെസഹ പെരുന്നാൾ
അത് ഒരുക്ക ദിവസമായിട്ടാണ് കണക്കാക്കുന്നത്. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ. അന്ന് കുഞ്ഞാടിനെ കൊല്ലും. കുഞ്ഞാടിനെ കുറച്ച് ദിവസം മുമ്പ് നേരത്തെ തിരഞ്ഞെടുക്കും. ഊനമില്ലാത്ത കുഞ്ഞാടായിരിക്കണം. അതിനെ വളർത്തി 14-ാം തീയതി വരുമ്പോൾ ഉച്ച കഴിഞ്ഞ്, നമ്മുടെ കണക്കനുസരിച്ച് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് അതിനെ അറുക്കും. ആ സമയത്ത് തന്നെയാണ് കർത്താവ് കൊല്ലപ്പെട്ടത്. കർത്താവ് മരിച്ച ആ കൊല്ലം പെസഹായും ശാബതും ഒരു ദിവസമായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. ശുദ്ധമുള്ള യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൻ്റെ 19:31 വായിക്കുമ്പോൾ അന്ന് ഒരുക്ക നാളും ആ ശബത്ത് നാൾ വലിയതുമാകൊണ്ട് ശരീരങ്ങൾ ശബത്തിൽ ക്രൂശിന്മേൽ ഇരിക്കരുത് എന്ന് വെച്ച് അവരുടെ കാൽ ഒടിപ്പിച്ചെടുപ്പിക്കണമെന്ന് യഹൂദന്മാർ പീലാത്തോസിനോട് അപേക്ഷിച്ചു. അന്ന് ശബത്താണ്, പിറ്റേ ദിവസം. അന്ന് തന്നെയാണ് പെസഹായും. അങ്ങനെ പെസഹായും ശാബതും ഒരുമിച്ച് വരുന്ന കൊല്ലങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ ശാബത് ശനിയാഴ്ചയാണല്ലോ, അതിന് മാറ്റമില്ല. യഹൂദന്മാരുടെ ശാബത് ശനിയാഴ്ചയാണ്. അപ്പോൾ അതിൻ്റെ തലേനാൾ ഒരുക്കനാൾ, അല്ലെങ്കിൽ പെസഹായുടെ തലേനാൾ ഒരുക്കനാളെന്ന് പറയും. അപ്പം അത് വെള്ളിയാഴ്ചയായിരുന്നു. അവിടെ സംശയിക്കേണ്ട കാര്യമില്ല. അപ്പം ആ വെള്ളിയാഴ്ച ഈസ്റ്ററിൻ്റെ കണക്കനുസരിച്ച് വെള്ളിയാഴ്ചയാണ് കർത്താവ് മരിച്ചതെന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് ആ വെള്ളിയാഴ്ചത്തെ ആഴ്ച ദിവസം മാറാത്തത്. ക്രിസ്മസിന് മാറും, എന്നാൽ ഈസ്റ്ററിന് അത് മാറുന്നില്ല. വെള്ളിയാഴ്ച ദുഃഖവെള്ളി, ശനിയാഴ്ച ദുഃഖശനി, ഞായറാഴ്ച ഉയർപ്പ്, ഈസ്റ്റർ. പിന്നെ യോഹന്നാൻ്റെ സുവിശേഷം തന്നെ 19:14 അത് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ പെസഹായുടെ ഒരുക്ക് നാൾ ഏകദേശം 6 മണി നേരമായിരുന്നു. പെസഹാ പെരുന്നാളിൻ്റെ ഒരുക്ക് നാളെന്ന് പറയുന്നതാണ് 14-ാം തീയതി, ആദ്യത്തെ ദിവസം. പിറ്റേ ദിവസം പെസഹയാണ്. അപ്പോൾ അത് വെള്ളിയാഴ്ച തന്നെയായിരുന്നു, ഒരു സംശയമില്ല. പിതാക്കന്മാർ അങ്ങനെ അവർ ചെയ്തു. മറ്റൊന്ന് സംശയം വന്നത്, കർത്താവ് മരിച്ചിട്ട് 3 ദിവസം ഭൂമിയുടെ അധോഭാഗത്തായിരുന്നു എന്ന് സുവിശേഷങ്ങളിൽ പറയുന്നുണ്ട്. എല്ലാ സുവിശേഷത്തിലും ഇല്ല, പക്ഷേ അത് വളരെ വ്യക്തമായ ഒരു സംഗതിയാണ്. കർത്താവ് മരിച്ചു, അന്ന് തന്നെ അടക്കണം. ശാബത ദിവസം ഒരിക്കലും മൃതദേഹം ക്രൂശിൽ കിടക്കാൻ പാടില്ല, നിയമമാണ്. അപ്പോൾ പീലാത്തോസിൻ്റെ അടുത്ത് യഹൂദന്മാർ പറഞ്ഞു, നാളെ ശാബതാണ്, ഇന്നവർ മരിച്ചില്ലെങ്കിൽ കുഴപ്പമാണ്, അതുകൊണ്ട് അവർ കാലൊടിച്ച് മരിക്കാൻ അനുവദിക്കണം എന്ന് പീലാത്തോസിനോട് അപേക്ഷിച്ചു. പീലാത്തോസ് സമ്മതിച്ചു. കാലൊടിച്ചാൽ പിന്നെ ശ്വാസം കിട്ടാൻ വിഷമാണ്. മുട്ടുകാല് തല്ലി ഒടിച്ചാലേ പാദം ക്രൂശിന്മേൽ താങ്ങിക്കൊണ്ട് ശ്വാസം മുകളിലേക്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനെ അവർ വേഗം മരിക്കട്ടെ. പക്ഷെ കർത്താവിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞു എന്ന് അവർക്ക് മനസ്സിലായി. അവൻ്റെ കാലൊടിച്ചില്ല, മറ്റ് 2 കള്ളന്മാരുടെ കാല് തല്ലി ഒടിച്ചു. അപ്പോൾ പീലാത്തോസിൻ്റെ അനുവാദപ്രകാരം ശവം ക്രൂശിൽ നിന്ന് ഇറക്കി അടുത്തായിട്ടുള്ള ഒരു തോട്ടത്തിൽ അവനെ അടക്കം ചെയ്തു.
അവൻ്റെ ആത്മാവ് പാതാളത്തിലേക്ക് പോയി എന്നാണ് സഭയുടെ വിശ്വാസം. വിശ്വാസമല്ലാതെ 1 പത്രോസ് 3:18 മുതൽ വായിക്കുമ്പോഴും 4:6 അത് വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കർത്താവിൻ്റെ ആത്മാവ്, ശരീരം ഇവിടെ സെമിറ്ററി കിടക്കണം, ആത്മാവ് ചെന്ന് പാതാളത്തിൽ ചെന്ന് അവിടെയുള്ളവരോട് സുവിശേഷം അറിയിച്ചു. ഈ ഭൂമിയുടെ അധോമണ്ഡലം എന്ന് പറയുന്നത് പാതാളമാണ്. ആദാം മുതൽ അന്ന് വരെയുള്ള സകല മരിച്ചവരും അവരുടെ ആത്മാക്കൾ അവിടെയായിരുന്നു. പാതാളത്തിൻ്റെ 2 തട്ടുണ്ട്. മുകളിലത്തെ തട്ട് നീതിമാന്മാർക്ക്, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, ദാവീദ്, മോശ തുടങ്ങിയവരുടെ ആത്മാക്കൾ അവിടെയും. താഴത്തെ തട്ടിൽ ദുഷ്ടന്മാരുടെ ആത്മാക്കളും സ്ഥിതി ചെയ്യുന്നു എന്നാണ് സഭയുടെ വിശ്വാസം. കർത്താവ് അവിടെ ചെന്നപ്പോഴാണ്, താഴെ ആത്മാവ് അവിടെ ചെന്നപ്പോൾ വലിയൊരു വെളിച്ചം അവർക്ക് അനുഭവപ്പെട്ടു. എല്ലാവരും ഇതെന്തെന്ന് ചിന്തിച്ചു. അപ്പോൾ ആദമേ 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 നീ എവിടെയാ എന്നൊരു ചോദ്യം കേട്ടതായി പറയപ്പെടുന്നു. എങ്ങനെയെങ്കിലും ആവട്ടെ, ആദം ഓടിച്ചെന്നു, അയ്യോ ഇതെൻ്റെ അപ്പൻ്റെ ശബ്ദമാണല്ലോ, പിതാവിൻ്റെ ശബ്ദം. അത് തന്നെയാണ് പുത്രൻ്റെയും ശബ്ദം. പിതാവ് പറയുന്നതാണ് പുത്രൻ പറയുന്നത്. അവിടെയുള്ള എല്ലാവരും ആത്മാക്കളെ കൂടി വന്നു. അപ്പം ആത്മാവിനെ കാണാം, നമുക്ക് ആത്മാവിനെ കാണാൻ പറ്റില്ല. നമ്മൾ ശരീരത്തിലിരിക്കുമ്പോൾ വേറൊരാളുടെ ആത്മാവിനെ നമുക്ക് കാണാൻ പറ്റില്ല. ഞാനിതിനു മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഒന്നുകൂടെ പറയുന്നു മാത്രം. ആത്മാക്കൾക്ക് ആത്മാവിനെ അങ്ങോട്ടും കാണാം, പരസ്പരം സംസാരിക്കാം, പ്രവർത്തിക്കാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം. കർത്താവരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിച്ചു, ഇനി നിങ്ങളെ പാതാളത്തിലോ കിടന്ന് വിഷമിക്കണ്ട. ഞാൻ നേരത്തെ പറഞ്ഞു പാതാളത്തിൻ്റെ 2 തട്ടുണ്ട്. മുകളിലത്തെ തട്ടിന് പാതാള പറുദീസ എന്നും താഴത്തെ തട്ടിന് പാതാളം എന്നാണ് പറയുന്നത്. എല്ലാവരോടുമായിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ വിശ്വസിച്ചാൽ, ഞാൻ മരിച്ചു എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ ഞാൻ വീണ്ടും ഉയർക്കും. അതും പറഞ്ഞു കാണും. ഈ കാര്യങ്ങളെ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളെ ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടുത്തി ഏതെൻ്റെ പ്രതീക്ഷയിലേക്ക് കൊണ്ടുപോകാം. അവിടെ പിന്നെ മരണമില്ല, കാര്യങ്ങളൊന്നുമില്ല, ആനന്ദമാണ് അവിടെ. പാതാളത്തിൽ കിടന്ന് വിഷമിക്കണ്ട. എല്ലാവരും വിശ്വസിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ എല്ലാ ആത്മാക്കളെയും, വലതുഭാഗത്തെ കള്ളൻ്റെ ആത്മാവിനെയും കർത്താവ് കൂട്ടിക്കൊണ്ട് ഏതെൻ്റെ പരദീസ അത് പൂട്ടപ്പെട്ട് കിടക്കുകയായിരുന്നു. അത് തുറന്ന് വലതുഭാഗത്തെ കള്ളൻ്റെ ആത്മാവോടുകൂടെ എല്ലാവരെയും പരദീസയിലേക്ക് പ്രവേശിപ്പിച്ചു. കർത്താവ് വലതുഭാഗത്ത് കള്ളനോട് എന്താ പറഞ്ഞത്? ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിലിരിക്കുമെന്ന്. പരദീസയിലിരിക്കും. അപ്പം ആ കള്ളൻ്റെ ആത്മാവിലൂടെ കർത്താവിൻ്റെ ആത്മാവ് അവിടെ ഇരുന്നുണ്ട് എന്ന് ധരിക്കണം. ആത്മാവിന് ഇരിക്കാൻ പറ്റുമെന്നുള്ള ചോദ്യം വേറെ, സാധിക്കും എന്ന് തന്നെ വിചാരിക്കും. കർത്താവിനൊന്നും അസാധ്യമല്ല. ആത്മാവെന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ദൈവത്തിൻ്റെ ആത്മാവ്. ദൈവത്തിൻ്റെ ആത്മാവെന്ന് പരിശുദ്ധാത്മാവാണ്, ദൈവമാകുന്ന ആത്മാവ്. യോഹന്നാൻ 4:24 പറയുന്നുണ്ട്, ദൈവം ആത്മാവാകുന്നു എന്ന് കർത്താവ് തന്നെ പറയുന്നുണ്ട്. വലിയൊരു പ്രകാശമാണ്, ഉഗ്ര ശോഭയാണത്. അവനെ കാണാനോ എൻ്റെ അടുത്ത് ചെല്ലാനോ ആർക്കും സാധ്യമല്ല. കർത്താവിയുടെ ആ ശോഭയൊക്കെ മറച്ചു വെച്ചിട്ടാണ് ഇവരുടെ അടുത്തേക്ക് ചെല്ലണത്. അല്ലെങ്കിൽ ഇവർക്ക് കാണാൻ പറ്റില്ല, അവർ മരിച്ചു പോവുകയും ചെയ്യും. അങ്ങനെ എല്ലാവരെയും ഏതെൻ്റെ പ്രതിസലേക്ക് കൊണ്ടുപോയി. ഇപ്പം ഇവിടെ 3 ദിവസം എന്ന് പറയുന്നതാണ് സംശയം. യഹൂദന്മാരുടെ രീതി അനുസരിച്ച് ഒരു ദിവസം 24 മണിക്കൂറാണ്.
അത് സമ്മതിക്കണം. പക്ഷേ ഒരു ദിവസത്തിൻ്റെ അല്പസമയം കിട്ടിയാലും അത് ഒരു ദിവസമായിട്ട് കണക്കാക്കും. കർത്താവ് 3 മണിക്ക് മരിച്ചു, ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് കണക്കനുസരിച്ച്. വെള്ളിയാഴ്ച 3 മണി മുതൽ 6 മണി വരെ ഒരു ദിവസമാണ് അവിടെ. അങ്ങനെ കണക്കാക്കും. വൈകിട്ട് 6 മണി കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസമായി. നമ്മൾ പ്രാർത്ഥന ഒക്കെ അങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. വൈകിട്ട് 6 മണി കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസമായി. അപ്പോൾ വെള്ളിയാഴ്ച 3 മണി മുതൽ 6 മണി വരെ ഒരു ദിവസം. വെള്ളിയാഴ്ച 6 മണി മുതൽ ശനിയാഴ്ച വൈകിട്ട് 6 മണി വരെ ഒരു ദിവസം, 24 മണിക്കൂർ. ശനിയാഴ്ച വൈകിട്ട് 6 മണി മുതൽ വെളുപ്പിന് കർത്താവ് ഉയർത്തെഴുന്നേറ്റു. എപ്പോൾ ഉയർത്തെഴുന്നേറ്റെന്ന് ആർക്കും അറിയില്ല. 3 മണിക്കും വെളുപ്പിന് 3 മണിക്കും 6 മണിക്കും ഇടയിൽ ഉയർത്തെഴുന്നേറ്റു എന്നാണ് പൊതുവെ ഒരു വിശ്വാസം. കർത്താവിൻ്റെ ജനനം പലരും കണ്ടു, പ്രവർത്തനങ്ങൾ കണ്ടു, മരണം കണ്ടു, ശവടക്ക് കണ്ടു. പക്ഷെ ഉയർപ്പ് ആരും കണ്ടിട്ടില്ല. അവൻ തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടു കൂടിയാണ് ഉയർത്തെഴുന്നേറ്റത്. മഹാ തേജസ്കരണമാണ്, ദൈവത്തിന് കിട്ടുന്ന തേജസ്കരണമാണ്. ദൈവവും മനുഷ്യനുമാണ് യേശുക്രിസ്തു. ആ തേജസ്കരണം നമ്മൾ കണ്ടാലേ നമ്മുടെ കണ്ണിന് അത് സഹിക്കാൻ പറ്റില്ല, നമ്മളവിടെ മരിച്ചു വീഴുകയും ചെയ്യും. അല്പം വെളിച്ചം കണ്ടപ്പോഴേക്കും ശൗല് ബോധം കെട്ട് വീണു. അത് അപ്പോസ്തല പ്രവർത്തികൾ 9-ാം അധ്യായത്തിലുണ്ട്. ആ തേജോമയമായ ശരീരം, ആ മഹത്വീകരിക്കപ്പെട്ട ശരീരം, അതൊരിക്കലും നമുക്ക് ദർശിക്കുവാൻ നമ്മുടെ കണ്ണിന് ശക്തിയില്ല. അതുകൊണ്ടാണ് ഉയർപ്പ് കർത്താവ് ആരെയും കാണിക്കാതിരുന്നത്. അപ്പം അങ്ങനെയാണ് ആ 3 ദിവസം വരുന്നത്. കർത്താവ് പാതാളത്തിൽ ചെന്ന് അവരോട് ഈ സുവിശേഷം പ്രസംഗിക്കേണ്ടത് ആവശ്യമായിരുന്നു. കാരണം എല്ലാവർക്കും രക്ഷ യേശുവിൽ കൂടി മാത്രമാണ്, വേറെ ഒന്നിൽ കൂടിയല്ല. അപ്പോൾ ആദാം മുതൽ അന്ന് വരെ മരിച്ചവർക്ക് യേശുവിനെ പറ്റിയൊന്നും അറിയില്ല, മരിച്ചുപോയവർക്ക്. അപ്പം അവരോട് സുവിശേഷം പ്രസംഗിച്ചു. യേശുവിൽ കൂടിയാണ് എല്ലാവർക്കും രക്ഷ എന്ന് കാണിക്കാനാണ് അങ്ങനെ ഒരു അവസരം കൊടുത്തത്. പക്ഷെ ഇനി ആ അവസരം ഇനി കിട്ടില്ല ആർക്കും. കാരണം ഇവിടെ വെച്ച് തന്നെ യേശുവിനെ പറ്റി നമ്മൾ പഠിക്കുന്നു, മനസ്സിലാക്കുന്നു. അവൻ ജനിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, അവൻ ദൈവമാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അത് മനസ്സിലാക്കാത്തത് ദൈവത്തിൻ്റെ കുറ്റമല്ല. അതിനെപ്പറ്റി ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ സുവിശേഷം പ്രസംഗിച്ചത്. അപ്പോൾ വെള്ളിയാഴ്ചയായിരുന്നു കർത്താവ് മരിച്ചത്. അതിൻ്റെ വേദവ്യാഖ്യാനം ഞാൻ പറഞ്ഞുകൂടെ. പിറ്റേ ദിവസം ശാബത്തും പെസഹായുമായിരുന്നു. രണ്ടും ഒരു ദിവസം വരുന്ന, അതാണ് വലിയ പെരുന്നാൾ, വലിയ ദിവസം എന്നാണ് ഞാൻ പറയണത്. ഇപ്പോൾ ശാബത്ത് ശനിയാഴ്ചയാണ്, അതുകൊണ്ട് അതിൻ്റെ ഒരുക്കനാൾ തലേ ദിവസമാണ്, അന്ന് വെള്ളിയാഴ്ചയാണ്. പിന്നെ 3 ദിവസം എന്ന് പറയുന്നത് യഹൂദന്മാർ ഒരു ദിവസത്തിൻ്റെ അല്പസമയം കിട്ടിയാലും അത് ഒരു ദിവസമായിട്ട് കണക്കാക്കും. വെള്ളിയാഴ്ച വൈകിട്ട് 3 മണി മുതൽ 6 മണി വരെ ഒരു ദിവസം, 6 മണി മുതൽ ശനിയാഴ്ച വൈകിട്ട് 6 മണി വരെ ഒരു ദിവസം, 2 ദിവസമായി. 3-ാം ദിവസം ശനിയാഴ്ച വൈകിട്ട്, ഞായറാഴ്ച വൈകിട്ട് 6 മണി വരെ ഉണ്ട്. പക്ഷെ അതിനുമുമ്പ് കർത്താവ് ഉയർത്തെഴുന്നേറ്റു, അത് 3-ാം ദിവസം. അതാണ് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നത്. എല്ലാവരും മനസ്സിലാക്കുക. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.